എൻ്റെ പേര് ബൈജു ആൻ്റണി. വീട് അങ്കമാലിക്കടുത്ത് മൂക്കന്നൂർ എന്ന കൊച്ചു ഗ്രാമത്തിലാണ്. ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ നാട്ടിലും അതിൽ കൂട്ടുകാരുടെ ഇടയിലെല്ലാം എനിക്ക് വളരെ വിഷമിക്കുന്ന രീതിയിൽ അവരെല്ലാവരും സംസാരിക്കും. കാരണം താടി മുടിയെല്ലാം വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അന്ന് 22 വർഷം മുമ്പ് താടി മുടിയെല്ലാം വളർത്തുമ്പോൾ അന്ന് ഇവിടെ നിന്നും പിള്ളേരൊന്നും ഇങ്ങനെ കൂടുതൽ വളർത്തുന്നൊരു സാഹചര്യം ആയിരുന്നില്ല. ഇന്നിപ്പോൾ ഒട്ടുമിക്ക പിള്ളേരും താടി മുടി വളർത്തുന്നുണ്ട്. അപ്പോൾ വീട്ടിലെല്ലാം വന്ന് അമ്മയോടൊക്കെ അവർ പറയും, അവനെന്തോ പ്രാന്താണ്, താടി മുടിയൊക്കെ വളർത്തി ഇങ്ങനെ ഈ തരികിട പിള്ളേർ മീൻസ് അലമ്പായിട്ടുള്ള പിള്ളേർ നടക്കുന്ന പോലെയൊക്കെ നടക്കണോ, എന്തിനാണ് അവനെങ്ങനെയൊക്കെ കൊണ്ട് നടക്കണേ, അവനോടൊന്നും പറഞ്ഞ് അവനൊന്നും മനസ്സിലായിക്കൂടെ, അവനതിൽ നിന്ന് മാറ്റിക്കൂടെ എന്തെങ്കിലും പറയും. അപ്പം അമ്മയ്ക്ക് ഇങ്ങനെ വീട്ടിൽ വന്ന് എൻ്റെ സങ്കടപ്പെട്ട് പറയും, എന്തിനാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്, നീ ആളുകളെ കൊണ്ട് എന്തിനാ ഇങ്ങനെ പറയിപ്പിക്കുന്നത്, അതൊന്നും വേണ്ട എന്തൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. പക്ഷെ എന്നാൽ എൻ്റെ മനസ്സിലൊരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ ഒരു സ്പാർക്ക് ഉണ്ടായിരുന്നു. ഈ പറയുന്ന ആളുകളെ കൊണ്ടെല്ലാം ഒരു നാൾ തിരിച്ച് അത് നല്ലതാണ് എന്ന് പറയിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം. അതോടൊപ്പം ഈ പറയുന്നവരുടെ മനസ്സിലും ഒരു നല്ല മനസ്സിൻ്റെ അകത്തളങ്ങളിൽ തട്ടുന്ന രീതിയിലുള്ള നല്ലൊരു അനുഭവം കൂടി അവർക്ക് കൊടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പള്ളിയിൽ മൂക്കന്നൂർ സെൻറ്റ് മേരീസ് ചർച്ച് പള്ളിയിൽ ദുഃഖ വെള്ളിയാഴ്ച കുരിശിൻ്റെ വഴിയുടെ പ്രോഗ്രാം ചെയ്യാനൊരു അവസരം കിട്ടി. അന്ന് വലിയ കുരിശ് മരത്തിൻ്റെ ഒരു 100-110 കുരിശുമായിട്ട് ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് വേറെ പള്ളിയിലോട്ട് നടന്ന് വിലാപയാത്രയുടെ പ്രോഗ്രാം. അതെല്ലാം ഈ കുരിശിൽ നിന്ന് വീഴുന്നതും ഭടന്മാർ പട്ടാളക്കാരെല്ലാം അടിക്കുന്നതും അന്നത്തെ കാലഘട്ടത്തിൽ വളരെ ലൈവായിട്ടാണ് ഞാൻ ചെയ്തത്. കണ്ട ആളുകളുടെ മനസ്സിലെല്ലാം ഒരു ഭീതി എന്ന് പറയുന്നില്ല, ഭീതിയാണെങ്കിലും ഒരു ദൈവിക ചൈതന്യം അവർക്ക് നൽകുവാൻ, അല്ലെങ്കിൽ കൊച്ചുമക്കളിലെല്ലാം യേശുക്രിസ്തു കുരിശും വഹിച്ചുകൊണ്ട് പോകുമ്പോൾ സഹിച്ചിട്ടുള്ള വേദനയുടെ ഒരു അംശം, ചെറിയൊരു അംശം അവർക്കെല്ലാം നൽകുവാൻ എനിക്ക് സാധിച്ചു. അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും എന്നോട് വളരെ ഇഷ്ടമായി. കൊച്ചുകുട്ടികളെല്ലാം എപ്പോഴും കാണുമ്പോൾ ഈശോ ചേട്ടൻ എന്ന് പറഞ്ഞ് വരുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലത് വളരെ കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. ഒരുപാട് നാളുകൾ പള്ളികളിലെ പ്രോഗ്രാമുകൾ, ഒരുപാട് കേരളത്തിൻ്റെ അങ്ങേയറ്റം തുടങ്ങി ഇങ്ങേറ്റമുള്ള ഒട്ടുമിക്ക പള്ളികളിൽ ഞാനിപ്പോൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനൊരു ആത്മീയ ഗുരുവായ ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ അച്ഛനെ പരിചയപ്പെടുന്നത്. അച്ഛനന്ന് കോട്ടയത്ത് ഈര എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെയായിരുന്നു അച്ഛൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛനെ പരിചയപ്പെട്ടു. അങ്കമാലിയിലെ മൂക്കന്നൂരുകാരൻ ബൈജു എനിക്ക് സ്വന്തം സഹോദരനെ പോലെയാണ്. രക്തബന്ധം പോലെ അടുപ്പമുള്ള ബന്ധം. ഈശോയുടെ സാരൂപ്യമുള്ള ഒരാളെ തപ്പി ബൈബിൾ ശുശ്രൂഷകളിൽ ഞാൻ നടന്നപ്പോൾ ഒരു സൈറ്റാൻ സംശോയ്ക്ക് എൻ്റെ അന്വേഷണം എത്തി നിന്നത് ബൈജുവിലാണ്. സൗമ്യൻ, ശാന്തൻ, സ്നേഹഹൃദയമുള്ളവൻ, ശുശ്രൂഷകളെ വിജയിപ്പിക്കാൻ ഒത്തിരി താല്പര്യമുള്ളവൻ, കഷ്ടപ്പെട്ട് കൂടെ നിന്ന് അധ്വാനിക്കുന്നവൻ. ഞാൻ അവതരിപ്പിച്ച, ഞാനും എൻ്റെ സഹോദരങ്ങളും ചേർത്തൊരുക്കിയ എല്ലാ ബൈബിൾ ശുശ്രൂഷകളിലും വർഷങ്ങളായി ഈശോയുടെ വേഷമിടുന്നവൻ, ഈശോയെപ്പോലെ പെരുമാറുന്നവൻ. എനിക്ക് വലിയ അഭിമാനമാണ്, എൻ്റെ സന്തോഷമാണ് ബൈജു. ഞാൻ ബൈജുവിനോടൊപ്പം പുതിയ ശുശ്രൂഷകൾ സ്വപ്നം കാണുന്നുണ്ട്. അച്ഛനൊത്തിരി ലൈവ് നാടകങ്ങൾ, സ്റ്റേജ് ഷോകൾ ചെയ്യുന്നൊരു അച്ഛനായിരുന്നു. അപ്പോൾ അച്ഛനിങ്ങനൊരു ദി പാഷൻ എന്ന് പറയുന്ന ഒരു ബൈബിൾ ഷോ ചെയ്യാനായിട്ട് യേശുവിൻ്റെ രൂപസാദൃശ്യമുള്ള ഒരാളെ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. എറണാകുളം മറൈൻ ഡ്രൈവ് ആ ഗ്രൗണ്ടിൽ വലിയൊരു പ്രോഗ്രാം, ദി പാഷൻ എന്ന് പറഞ്ഞ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ. അതിൽ അച്ഛനെനിക്ക് യേശുവിൻ്റെ വേഷം ചെയ്യാനുള്ള ഒരവസരം തന്നു. പിന്നെ അച്ഛനോടൊപ്പമുള്ള ഒരു 15 വർഷത്തെ തുടർച്ചയായിട്ടുള്ള ഒരു യാത്ര. ഒരുപാട് സ്ഥലങ്ങളിൽ അച്ഛനോടൊപ്പം വളരെ സന്തോഷം നൽകുന്ന അച്ഛൻ്റെ സ്കിറ്റുകളാണ്. അച്ഛൻ രചനയും സംവിധാനവും സംഗീതവും, അച്ഛൻ നല്ല പാട്ടുകാരനുമാണ്. അപ്പോൾ അച്ഛൻ്റെ അതിൽ നമുക്ക് അഭിനയിക്കാൻ അവസരം കിട്ടുമ്പോൾ വളരെ സന്തോഷമാണ്. കാരണം അതൊരു ജീവൻ നൽകുന്ന, അല്ലെങ്കിൽ കാണുന്ന ആളുകൾക്കൊക്കെ മനസ്സിനെ ശരിക്കും പറഞ്ഞാൽ സങ്കടത്തിൻ്റെ നിമിഷങ്ങൾ വരെ സമ്മാനിക്കുന്ന നാടകങ്ങളാണ്. അതിലെ ഓരോ രംഗങ്ങൾ, ഓരോ ഭാഗങ്ങളൊക്കെയും വളരെ ചൈതന്യപൂർവ്വം ആത്മീയമായിട്ടാണ് അച്ഛൻ അതൊക്കെ ചെയ്തു പോകുന്നത്. അപ്പോൾ അച്ഛനോടൊപ്പം ഇപ്പോഴും നിലനിൽക്കുന്നു, ഇപ്പോഴും അച്ഛൻ്റെ ഷോകൾ ചെയ്യുന്നു.
എനിക്ക് ഈ ബൈബിൾ ഷോ എല്ലാം ചെയ്യുമ്പോൾ, ഷാജിദിൻ്റെ പ്രോഗ്രാം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തുകയും അല്ലെങ്കിൽ എൻ്റെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു സ്കിറ്റിൻ്റെ ഒരു ഭാഗമുണ്ട്. അതായത് അച്ഛൻ്റെ അരുമ ശിഷ്യൻ എന്ന് പറയുന്ന ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ട്. 2.5 മണിക്കൂർ ധൈര്യമുള്ള ഒരു വലിയ ഷോയാണത്. അതിലെ ശിഷ്യന്മാരും യേശുവും തമ്മിൽ പെസഹ ദിനത്തിൽ യേശു എല്ലാവരും വിളിച്ച് 12 ശിഷ്യന്മാരെയും വിളിച്ചു കൂട്ടി അവരോടൊപ്പം പെസഹ അപ്പം മുറിക്കുന്ന ആ ഒരു രംഗമാണ് അതിൽ. അതൊരു പാട്ടോടുകൂടിയാണ് തുടങ്ങുന്നത്. അതായത് ഇത് നിങ്ങളോടുള്ള സ്നേഹം എന്നാണ് ഒരു ക്യാപ്ഷൻ. സ്വർഗത്തിൽ നാം ഇനി ചേരും വരെയും വീഞ്ഞിൻ്റെ മധുരം ഞാൻ നുകരില്ല പ്രിയരേ, ഇതു നിങ്ങളോടുള്ള സ്നേഹം, ഇതു നിങ്ങളോടുള്ള സ്നേഹം, നിങ്ങളെ പിരിയുന്ന കാര്യം മരണം പോൽ ഒരു കാര്യമല്ലോ. സിമിയോൻ, അന്ത്രയോസ്, യാക്കോബ്, വരൂ, നിങ്ങളോടൊത്ത് ഈ പെസഹ ആചരിക്കുവാൻ ഞാൻ എന്തുമാത്രം ആഗ്രഹിക്കുന്നു. അങ്ങനെ തുടങ്ങുന്ന ഒരു രംഗമാണ്. ആ രംഗത്തിൽ അപ്പം മുറിക്കുന്ന ഭാഗങ്ങളുണ്ട്. അതിൽ ഒറ്റ കൊടുക്കുന്ന യൂദാസിനെയും തള്ളിപ്പറയുന്ന പത്രോസിനെയും എല്ലാം ചേർത്ത് നിർത്തി തൻ്റെ സ്നേഹം അവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു നല്ല മുഹൂർത്തമാണ്. നിങ്ങളിലൊരാൾ എന്നെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കും. അത് ഞാനാണോ ഗുരു? ഞാനാണോ ഗുരു? ഞാനാണോ ഗുരു? ഞാനാണോ ഗുരു? യൂദാസ്, സ്നേഹിതരെ, മരണം കഴുകനെ പോലെ പറന്നിറങ്ങുന്ന ഈ രാത്രിയിൽ നിങ്ങളിലൊരാൾ എന്നെ തള്ളി പറയും. അത് ഞാനാണോ ഗുരു? ഞാനാണോ? ഞാനാണോ ഗുരു? അത് ഞാനാണോ? ശമയോൻ, എങ്കിലും എൻ്റെ ഹൃദയം നിങ്ങൾക്ക് വേണ്ടി തുടിക്കുന്നു. ഈ യാത്രയ്ക്കിടെ എനിക്ക് ഷാലോം ചാനലിലും 2 മെഗാ പരമ്പരകളിൽ യേശുവിൻ്റെ വേഷത്തിൽ അഭിനയിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. സിബി യോഗ്യവീടൻ എന്ന സിബി സാറിൻ്റെ കീഴിൽ മറിയന്ത്രേസ്യ, ഏവപ്രാസിമ എന്നീ 2 സീരിയലുകളിൽ യേശുവിൻ്റെ വേഷത്തിൽ ഞാൻ അഭിനയിക്കാനായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ആവുന്ന നിമിഷം വരെ യേശുവിന് വേണ്ടി അല്ലെങ്കിൽ യേശുവിൻ്റെ നാമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ എന്നെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക അതെനിക്ക് ചെയ്യണം. എനിക്ക് അതിന് വേറെ ഒന്നും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈഫിനും അതിന് കുഴപ്പമൊന്നുമില്ല, വൈഫും അതിന് സന്തോഷം തന്നെയാണ്. ഞാൻ ഈ പ്രോഗ്രാമെല്ലാം ചെയ്യാൻ പോകുമ്പോൾ, പ്രോഗ്രാം കഴിയുമ്പോൾ ഓരോ വ്യക്തികൾ എന്നോട് വന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളൊക്കെ ആകെ എന്താ പറയുക, മരവിച്ചു പോകുന്നൊരവസ്ഥയാണ്. ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടിയാണ് ജനങ്ങൾ അല്ലെങ്കിൽ ഓരോ വ്യക്തികളും ഓരോ ദിവസവും ഓരോ നിമിഷങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ചിരിച്ചിങ്ങനെ പോകുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിന് ഒരു ആശ്വാസം നൽകുവാൻ ഏറ്റവും നല്ലത് നല്ല വാക്കുകളാണ് അവർക്ക് നമുക്ക് നൽകാൻ പറ്റുന്നത്.